ഓഫീസ് സമയത്ത് ആഘോഷം പാടില്ലെന്ന സർക്കാർ ഉത്തരവ് വെല്ലുവിളിച്ച് സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം ഓണം ആഘോഷിച്ചു. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതൃത്വത്തിലും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലുമായിരുന്നു സർക്കാർ ഉത്തരവ് ലംഘിച്ച് പരിപാടി അരങ്ങേറിയത്. സർക്കാർ ഉത്തരവിനെ വെല്ലുവിളിച്ചാണ് സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓണം ആഘോഷിച്ചത്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെയും വനിതാവേദിയുടെയും സാംസ്കാരിക വിഭാഗമായ സരസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉച്ചയൂണിന്റെ സമയമായ 1-നാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും പരിപാടികൾ അവസാനിച്ചത് 2:30-ക്ക് ശേഷമാണ്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ നടന്നത്. ഓഫീസ് സമയത്ത് ജീവനക്കാർ ആഘോഷത്തിൽ ഏർപ്പെടരുതെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. തുടർന്ന് ഓഫീസ് സമയത്തെ ഓണാഘോഷ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ചീഫ് സെക്രട്ടറി സർക്കുലറും ഇറക്കി. ഇത് നിലനിൽക്കെ കോൺഗ്രസ് അനുകൂല ജീവനക്കാർ സർക്കാരിനെ വെല്ലുവിളിച്ച് ഓണം ആഘോഷിച്ചത് അനുചിതമായി എന്ന വിലയിരുത്തലാണ് പൊതുവിൽ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ മന്ത്രി കെ ബാബുവിനെതിരെ കുരുക്കുമുറുകുന്നു. ബാബുവിനെതിരായ അന്വേഷണം തുറമുഖ വകുപ്പിലേക്ക്. ബാബു കൈകാര്യം ചെയ്ത മറ്റ് വകുപ്പുകളിലും വൻ ക്രമക്കേട്. സ്വത്ത് സമ്പാദ്യ പരിശോധനയിൽ വിജിലൻസ് ഇതുവരെ പിടിച്ചെടുത്തത് 200-ൽ പരം രേഖകൾ. ബാബുവിന്റെ വിദേശയാത്രകളടക്കം വിജിലൻസ് അന്വേഷിക്കും. തുറമുഖ വകുപ്പ് കേന്ദ്രീകരിച്ച് ക്രമക്കേട് നടത്തിയതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. തൃപ്പൂണിത്തുറയിൽ ബാബുവിന്റെ ബിനാമി ബാബുറാമിന്റെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചു നൽകിയത് തുറമുഖ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചാണെന്നാണ് കണ്ടെത്തൽ. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം. കൂടാതെ മന്ത്രിയായിരുന്ന സമയത്ത് വിദേശയാത്രകളെക്കുറിച്ചും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. സിംഗപ്പൂർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെ യാത്ര നടത്തിയതിന് സർക്കാർ അനുമതി ഉണ്ടോ എന്നും ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ 45 ലക്ഷം രൂപയുടെ ആഡംബര കാർ വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെ ഒരു പങ്ക് പ്രമുഖ അബ്കാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. ബാബുവിന്റെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്ത രേഖകൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇവ തിരികെ വാങ്ങിയ ശേഷം വിശദമായ പരിശോധന നടത്തും. ഒരാഴ്ചയ്ക്കകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ വഴിത്തിരിവ്. ഗോവിന്ദച്ചാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തെളിവെവിടെയെന്ന് സുപ്രീം കോടതി. ഗോവിന്ദച്ചാമി സൗമ്യയെ കൊലപ്പെടുത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും സുപ്രീം കോടതി. വധശിക്ഷയ്ക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീം കോടതി നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ സൗമ്യ വധക്കേസിലാണ് കൃത്യമായ തെളിവുകളുടെ അഭാവം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. കൊലപാതകത്തിനു മുമ്പ് സൗമ്യ ബലാത്സംഗത്തിന് ഇരയായി എന്ന് ശാസ്ത്രീയമായി അംഗീകരിച്ച സുപ്രീം കോടതി പക്ഷേ കൊലപാതക കുറ്റം പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഗോവിന്ദച്ചാമി വധിച്ചതിന് കൂടുതൽ തെളിവുകൾ വേണം. സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് തെളിവുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. സൗമ്യ സഞ്ചരിച്ചിരുന്ന ബോഗിക്ക് സമീപമുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ വാതിലിൽ നിന്ന് ഒരാളുടെ സാക്ഷിമൊഴിയാണുള്ളത്. ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ടു എന്നാണ് സാക്ഷിമൊഴി. ഇത് തള്ളിയിട്ടതാണോ അതോ സൗമ്യ സ്വയം ചാടിയതാണോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തലക്കേറ്റ മുറിവ് വീഴ്ചയിലും സംഭവിക്കാം. അത് ഗോവിന്ദച്ചാമി കല്ലുകൊണ്ടിടിച്ചുണ്ടാക്കിയ മുറിവാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. സാഹചര്യ തെളിവുകൾ മാത്രമാണ് കൊലപാതക കുറ്റം തെളിയിക്കാനായുള്ളത്. പ്രോസിക്യൂഷനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ തോമസ് പി ജോസഫ് ഹാജരായി. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകന്റെ വാദവും പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ കേസ് മാറ്റി. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദച്ചാമിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2011 ഫെബ്രുവരി 1-നാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ യാത്രക്കാരിയായ സൗമ്യ വധിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആസിയാൻ ഉച്ചകോടിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന അയൽരാജ്യത്തെ ഒറ്റപ്പെടുത്തുകയും ഉപരോധം ഏർപ്പെടുത്തുകയും വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സാക്കിർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 ഭീകരർക്ക് പാക് കോടതി നോട്ടീസ് അയച്ചു. ഭീകരർ ഇന്ത്യൻ തീരത്ത് എത്താൻ ഉപയോഗിച്ച ബോട്ട് പരിശോധിക്കണമെന്ന ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. സെപ്റ്റംബർ 22-നകം നോട്ടീസിന് മറുപടി നൽകാനാണ് ഉത്തരവ്.
കറാച്ചിയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് ഭീകരർ എത്തിയ ബോട്ടിന്റെ പരിശോധനാ നടപടി പൂർത്തിയാക്കണമെന്ന ഹർജി പരിഗണിച്ചാണ് ഇസ്ലാമാബാദ് തീവ്രവാദ വിരുദ്ധ കോടതിയുടെ നടപടി. അൽഹൌസ് എന്ന ഈ ബോട്ടിലാണ് 166 പേരെ കൊലപ്പെടുത്തിയ 2008 മുംബൈ ഭീകരാക്രമണത്തിനായി ഭീകരർ മുംബൈ തീരത്തേക്ക് എത്തിയത്. തീവ്രവാദികൾ ഇന്ത്യയിലെത്താൻ ഉപയോഗിച്ച ഈ ബോട്ട് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സാക്യൂർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 പേർക്കാണ് നോട്ടീസ്. ഈ മാസം 22-നകം നിലപാട് അറിയിക്കാനാണ് കുറ്റാരോപിതരോടും പ്രോസിക്യൂഷനോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കറാച്ചിയിലെ പാക് അധികൃതരുടെ പക്ഷമാണ് ബോട്ട്. നേരത്തെ ലാഹോർ കോടതി സാക്യൂർ റഹ്മാൻ ലഖ്വിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ കോടതി ലഖ്വിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മറ്റ് 6 ഭീകരർ റാവൽപിണ്ടിയിലെ ജയിലിലാണ്. നേരത്തെ ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന് ബോട്ട് പരിശോധിക്കാനുള്ള അനുമതി വിചാരണ കോടതി നിഷേധിച്ചിരുന്നു. വിചാരണ കോടതിയുടെ ഉത്തരവ് ഇസ്ലാമാബാദ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. 6 വർഷമായി വിചാരണ വൈകുന്ന കേസിൽ പാകിസ്ഥാൻ നീതി നിഷേധിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയും ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയുടെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ GSLV F5ന്റെ വിക്ഷേപണം വിജയകരം. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DR ഭ്രമണപഥത്തിലെത്തി. റോക്കറ്റിലേക്ക് ഇന്ധനമെത്തിക്കുന്ന പൈപ്പിൽ ചെറിയ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന നിമിഷം വിക്ഷേപണ സമയം 40 മിനിറ്റ് ദീർഘിപ്പിച്ചത് ആശങ്കയുണ്ടാക്കി. തിരുവനന്തപുരം വല്യമലയിലെ ISRO ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് GSLV F5ന്റെ കുതിപ്പിന് കരുത്തേകിയത്. ശ്രീഹരിക്കോട്ടയിലെ രണ്ടാമത്തെ വിക്ഷേപണത്തറയിൽ നിന്നും കൃത്യം 4:50 കുതിച്ചുയർന്ന GSLV F5 2211 കിലോ ഭാരമുള്ള കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DRനെ ഭ്രമണപഥത്തിലെത്തിച്ചു. ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ അകലെയുള്ള സ്ഥിര ഭ്രമണപഥത്തിൽ 17 മിനിറ്റ് കൊണ്ടാണ് ഇൻസാറ്റിനെ GSLV എത്തിച്ചത്. സ്വന്തം ക്രയോജനിക് ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമായ ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നതാണ് വിക്ഷേപണ വിജയം. ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യം, ചൊവ്വയിലേക്കുള്ള 2ാമത്തെ പറക്കൽ എന്നിവയ്ക്ക് ഇനി GSLVയെ ഇന്ത്യക്ക് ആശ്രയിക്കാം. ശ്രീഹരിക്കോട്ടയിൽ പറക്കാൻ തയ്യാറായി നിന്ന GSLVയിലേക്ക് ഇന്ധനമെത്തിക്കുന്ന പൈപ്പിൽ ചെറിയ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം 40 മിനിറ്റ് വൈകിപ്പിച്ചത് ആശങ്കയുണ്ടാക്കി. പക്ഷേ വളരെ വേഗം ശാസ്ത്രജ്ഞർ പ്രശ്നം പരിഹരിച്ചതോടെ ഭ്രമണപഥത്തിലെ പറക്കലിന് തടസ്സങ്ങളും മാറി. ലക്ഷ്യത്തിലെത്തിയ ഇൻസാറ്റ് 3DR കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇന്ത്യയുടെ അത്യാധുനിക ഉപഗ്രഹമാണ്. രാത്രിയും വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന ഇൻസാറ്റ് പ്രതിരോധ രംഗത്തും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. തീരസംരക്ഷണ സേന, വ്യോമയാന അതോറിറ്റി എന്നിവയ്ക്ക് ഇൻസാറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിക്കാനാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജെയിംസ് ബോണ്ടായി തുടരാൻ ഡാനിയൽ ക്രെയ്ഗിന് 1000 കോടി രൂപയുടെ ഓഫറുമായി വാർണർ ബ്രദേഴ്സ്. പുതിയ ബോണ്ടിനായി ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിനെ വരെ സമീപിച്ച സാഹചര്യത്തിലാണ് ക്രെയ്ഗിന് വൻ ഓഫറുമായി നിർമ്മാണ കമ്പനി എത്തിയത്. തൃശൂരിന്റെ തനിമയുമായി ഒരു സത്യൻ അന്തിക്കാട് ചിത്രം ആദ്യമായി അണിഞ്ഞൊരുങ്ങുകയാണ്. ജോമോന്റെ സുവിശേഷങ്ങളിലൂടെ 3 ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രത്തിൽ മുകേഷും പ്രധാന കഥാപാത്രമാകുന്നു. ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രത്തിൽ മുകേഷും പ്രധാന കഥാപാത്രമായി എത്തുന്നു. സത്യൻ അന്തിക്കാടിന്റെ മക്കളിൽ അഖിൽ സത്യൻ അസോസിയേറ്റ് ഡയറക്ടറായും അനൂപ് സത്യൻ സംവിധാന സഹായിയായും ചിത്രത്തിനൊപ്പമുണ്ട്. വിനോദയാത്രയ്ക്ക് ശേഷം എസ് കുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ സത്യൻ ചിത്രത്തിൽ മകൻ കുഞ്ഞുണ്ണി എസ് കുമാറും ഛായാഗ്രഹണ സഹായിയാണ്. ഫുൾമൂൺ സിനിമയുടെ ബാനറിൽ സേതു മണർകാട് നിർമ്മിക്കുന്ന ചിത്രത്തിലെ 2 നായികമാരിൽ ഒരു നായിക അനുപമ പരമേശ്വരനാണ്. 2ാമത്തെ നായികയുടെ അന്വേഷണത്തിലാണ്. ചിത്രത്തിൽ മുകേഷ് ദുൽഖർ സൽമാൻ വേഷമിടുന്ന ജോമോന്റെ അച്ഛൻ വിൻസെന്റായാണ് സ്ക്രീനിലെത്തുന്നത്. ഇന്നസെന്റ്, ഇർഷാദ്, വിനു മോഹൻ, ശിവജി ഗുരുവായൂർ, മുത്തുമണി, ഇന്ദു തമ്പി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. തൃശൂരിലും തഞ്ചാവൂരിലും പൊള്ളാച്ചിയിലുമായി പൂർത്തിയാക്കുന്ന ചിത്രം ക്രിസ്മസിന് എവർഗ്രീൻ റിലീസ് ത്രൂ കലാസംഘം പ്രദർശനത്തിനെത്തിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ആർട്ട് കഫേ. ആനവായിൽ അമ്പഴങ്ങ എന്ന പഴഞ്ചൊല്ലിൽ തീർന്നു മലയാളികൾക്ക് അമ്പഴങ്ങയോടുള്ള സ്നേഹം. എന്നാൽ അത്ര നിസ്സാരക്കാരനല്ല ഈ അമ്പഴങ്ങ എന്ന നാടൻ പഴം. കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു നാടൻ പഴമാണ് അമ്പഴങ്ങ. സ്പോണ്ടിയോസ് ഡൾസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അമ്പഴങ്ങ പോഷകസമ്പുഷ്ടമായ ഒരു പഴം കൂടിയാണ്. ഇന്ത്യ, കംബോഡിയ, വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന അമ്പഴങ്ങയ്ക്ക് പഴുക്കുമ്പോൾ സ്വർണ്ണ നിറമാണ്.
പച്ചമാങ്ങ ഉപ്പുകൂട്ടി കഴിക്കുമ്പോഴുണ്ടാകുന്ന അതേ സ്വാദാണ് അമ്പഴങ്ങയ്ക്കും. അച്ചാറിടാനാണ് അമ്പഴങ്ങ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജാം, ജെല്ലി എന്നിവ ഉണ്ടാക്കുവാനും സൂപ്പിനും സോസിനും രുചി കൂട്ടുവാനും അമ്പഴങ്ങ ഉപയോഗിക്കുന്നു. സാബോനിൻ, ടാനിൻ എന്നീ ഫ്ലവനോയിഡുകൾ അടങ്ങിയതിനാൽ അമ്പഴങ്ങയുടെ ഇലകളും തണ്ടും രോഗചികിത്സയ്ക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നു. 48 കിലോ കലോറി ഊർജ്ജമടങ്ങിയ ഈ ഫലത്തിൽ മാംസ്യം, അന്നജം, ജീവകം എ, ജീവകം സി, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് ഇവയുമുണ്ട്. കൂടാതെ ദഹനത്തിന് സഹായകമായ നാരുകളും ജീവകം ബി കോംപ്ലക്സുകളായ തയാമിൻ, റൈബോഫ്ലവിൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു. ചർമ്മത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ദഹനപ്രക്രിയ പരിഹരിക്കുവാനും ജീവകം എ അടങ്ങിയതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശരീരഭാരം കുറയ്ക്കുന്നതിനും അമ്പഴങ്ങ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. കൂടാതെ അമ്പഴങ്ങയുടെ ഇല കടുത്ത ചുമ മാറാനും സഹായിക്കുന്നു. അമ്പഴങ്ങയിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡുകൾ അർബുദത്തിനെ പ്രതിരോധിക്കുന്നു. കോശങ്ങളെ പുതുക്കുവാൻ സഹായിക്കുന്ന വഴി ഹൃദയ സംബന്ധമായ രോഗങ്ങളെയും ഇവ തടയുന്നു. പൊള്ളൽ മൂലമുണ്ടാകുന്ന പരുക്കുകൾ ഭേദമാകുവാൻ അമ്പഴങ്ങ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം തടയുവാൻ അമ്പഴങ്ങയ്ക്ക് കഴിയുമെന്ന പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അമ്പഴങ്ങയുടെ കുരു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുവാൻ ഉപയോഗിക്കുന്നു. അമ്പഴത്തിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ചത് വായ്പുണ്ണു മാറാൻ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനാൽ അമ്പഴങ്ങ പ്രമേഹത്തിനും നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ ആനവായിൽ അമ്പഴങ്ങ എന്ന പഴമൊഴി പറഞ്ഞ് തള്ളേണ്ടതല്ല അമ്പഴങ്ങ എന്ന ഈ നാട്ടുപഴം. ന്യൂസ് ഡെസ്ക്. ആവശ്യക്കാർ ഏറിയതോടെ ഓണവിപണിയിൽ താരമാവുകയാണ് രുചിയുടെ രാജാവായ ചെങ്ങാലിക്കോടൻ വാഴക്കുലകൾ. ഉത്സവകാലം ലക്ഷ്യമിട്ട് തൃശൂർ ജില്ലയിലെ ഒട്ടനവധി കർഷകരാണ് ചെങ്ങാലിക്കോടൻ കൃഷിയിറക്കിയത്. കാഴ്ചക്കുലകളായാണ് ഇവയിലേറെയും വിറ്റുപോകുന്നത്. വടക്കാഞ്ചേരിക്കടുത്തുള്ള ഒരു സംഘം കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് ഓണവിപണിയിൽ എത്തുന്ന ചെങ്ങാലിക്കോടൻ വാഴക്കുലകൾ. വിളവെടുക്കുന്ന ദിവസം വരെ പ്രത്യേക പരിചരണത്തിൽ കാത്തുസൂക്ഷിക്കുന്ന കുലകൾക്ക് വിപണിയിൽ പൊന്നും വിലയാണ്. സ്വർണ്ണ നിറത്തിൽ ലക്ഷണമൊത്ത ചെങ്ങാലിക്കോടൻ രുചിയിലും ഏറെ മുമ്പിലാണ്. ഓണവിപണിക്കായി മാത്രം കൃഷിയിറക്കുന്ന ഇവയിൽ ഏറിയ പങ്കും വിറ്റുപോകുന്നത് കാഴ്ചക്കുലകളായാണ്. ചെങ്ങാലിക്കോടൻ വീട്ടിൽ വന്നല്ല ഓണമായി എന്ന് തോന്നുന്നുണ്ട്. അവൻ ആ വീട്ടിൽ വന്ന് അവിടെ കെട്ടി തൂങ്ങി കിടക്കുമ്പോഴാണ് ആ കരയും ആ ചന്തൊക്കെ പാടെ വരുമ്പോഴാണ് ഓണത്തിൻ്റെ ഒരു ഇത് വരുന്നത്. തലപ്പിള്ളി, മനക്കൊടി പ്രദേശങ്ങളാണ് ചെങ്ങാലിക്കോടൻ വിളയുന്ന പ്രധാന കേന്ദ്രങ്ങൾ. നിറവും വലിപ്പവും പൊലിമയും ഒത്തുചേർന്നാൽ എന്ത് വിലയ്ക്കും കുലകൾ സ്വന്തമാക്കാൻ വിപണിയിൽ മത്സരമാണ്. കിലോയ്ക്ക് 85 രൂപ വരെയുള്ള ചെങ്ങാലിക്കോടന് ഓണനാളുകളിൽ വില 100-നടുത്തെത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മറയൂർ ചന്ദനക്കാട്ടിലെ വേലിക്കുള്ളിൽ കുടുങ്ങിയ കാട്ടുപോത്തുകളെ മാറ്റാൻ വിചിത്ര ഉത്തരവ്. തൊട്ടടുത്ത് വന്യജീവി സങ്കേതമുള്ളപ്പോൾ 240 കിലോമീറ്റർ അകലെയുള്ള വനത്തിലേക്ക് മാറ്റാനാണ് വിചിത്ര ഉത്തരവ്. മയക്കുവെടിവെച്ചോ കൂട്ടിലടച്ചോ കാട്ടുപോത്തുകളെ മാറ്റണമെന്നാണ് ഉത്തരവ്. ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ ശുപാർശ പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മറയൂർ ചന്ദന ഡിവിഷൻ കാടുകളിൽ വനം വകുപ്പ് അശാസ്ത്രീയമായി തീർത്ത കമ്പിവേലിക്കുള്ളിൽ കുടുങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുപോത്തുകൾക്ക് കഷ്ടകാലം മാറുന്നില്ല. കാട്ടുപോത്തുകളുടെ ദുരവസ്ഥ സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ മറവിലാണ് കാട്ടുപോത്തുകളെ മറയൂരിൽ നിന്നും 240 കിലോമീറ്റർ അകലെയുള്ള കോടനാട് വനമേഖലയിലേക്ക് മാറ്റാനുള്ള വിചിത്ര ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മറയൂർ ഡിവിഷനിന്റെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണെന്നത് മറച്ചുവെച്ചാണ് മയക്കുവെടിവെച്ച് കാട്ടുപോത്തുകളെ 240 കിലോമീറ്റർ അപ്പുറമുള്ള വനമേഖലയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത മൃഗങ്ങളിൽപ്പെട്ടതാണ് കാട്ടുപോത്ത് എന്നതാണ് ഏറെ രസാവഹം. വനം വകുപ്പിന്റെ വെറ്റിനറി ഓഫീസറുടെ ശുപാർശ പ്രകാരമാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. 12ഓളം കാട്ടുപോത്തുകളാണ് വേലിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതെങ്കിലും ഇവയിൽ 3 ആരോഗ്യസ്ഥിതി വിലയിരുത്തിയാണ് കാട്ടുപോത്തുകളെ ഒന്നാകെ 240 കിലോമീറ്റർ അകലെയുള്ള വനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.